ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ അടുത്ത ആഴ്ച പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ സെലിനാണെന്നുണ്ടെങ്കിൽ അഞ്ജലി കൊടുത്ത പൈസയെന്ന് ബാക്കി പകുതി പൈസയോളം മോഷ്ടിക്കല്ല എടുക്കുകയാണ്. അത് തൻ്റെ കമ്മീഷനാണെന്ന് പറഞ്ഞിട്ട് ബാക്കി 2 ലക്ഷം രൂപ മാത്രമാണ് ഷ്യാമിന് വേണ്ടി വെക്കുന്നത് കേട്ടോ. ശേഷം ഷ്യാം വിളിക്കുന്നുണ്ട് സെലിനെ. ഹലോ സെലിൻ, അഞ്ജലി പൈസ തന്നായിരുന്നു നിനക്ക്? തന്നായിരുന്നോ? നീ അതായിട്ട് എത്രയും പെട്ടെന്ന് വാ, ഞാൻ നിന്നിവിടെ വെയിറ്റ് ചെയ്യാം എന്ന് പറയാണ്. സർ ഞാൻ വരാം സർ എന്ന് പറയുന്നുണ്ട്. ഇവിടെ എല്ലാവരും നോക്കി കണ്ടിട്ടല്ലേ വരാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആരുടെ ബാഗൊന്നും ചെക്ക് ചെയ്യരുതല്ലോ, പൈസ ഉണ്ടല്ലോ. അത് ശരിയാ, നീ നോക്കി കണ്ടൊക്കെ ഇറങ്ങുമെന്ന് പറയാണ്. ശരി സർ, ഞാൻ ഇറങ്ങുന്ന സമയത്ത് സാറിനെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് സെലിം ഫോം വെക്കാണ്. ഷ്യാം ഭയങ്കര സന്തോഷത്തിലാട്ടോ. ഇന്ന് കയ്യിൽ പൈസ കിട്ടാൻ പോവാണ്, അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കേ സെലിം വിളിക്കുന്നുണ്ട്. ഹലോ സർ, ഞാൻ ഇപ്പം തന്നെ അവിടെ എത്തും, അരമണിക്കൂറിലെത്തും. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ മെട്രോയുടെ അടിയിൽ വെയിറ്റ് ചെയ്യാന്നിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് സെലിൻ അവിടെ നിന്ന് ഓട്ടോറിക്ഷ വന്ന് ഇറങ്ങുന്നുണ്ട്. സെലിൻ എന്തായി? അഞ്ജലി മോളുടെ തന്ന പൈസ എല്ലാം കയ്യിലുണ്ടല്ലോ അല്ലേ? ഉണ്ട് സാർ, ഇന്നാ പൈസ. ഇത് മുഴുവൻ പൈസയുണ്ടോ? ഇത് എത്ര രൂപയുണ്ട്? ഇത് 2 ലക്ഷം രൂപ. 2 ലക്ഷമോ? അപ്പോൾ അഞ്ജലി മോൾ പറഞ്ഞ ബാക്കി പൈസയോ? അതെൻ്റെ കമ്മീഷൻ. നിൻ്റെ കമ്മീഷനോ? സെലിൻ വെറുതെ വേഷം കൊണ്ടെടുക്കല്ലേ, ആ പൈസ കൊണ്ട് തന്നെ എന്ന് പറയാണ്. സാർ ഞാൻ പറഞ്ഞല്ലോ, അതെൻ്റെ കമ്മീഷനാണ് സാർ, അത് ഞാനിങ്ങ് എടുത്തു. സാറ് പരാതി ആർത്തിനും പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോ എന്ന് പറയാണ്. സെലിൻ നോക്ക്, ആ വീട്ടിലേക്ക് നിന്നെ കയറ്റിയത് ഞാനാണ്, എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നീ ഇപ്പോൾ എന്നെ തന്നെ ചതിക്കുകയാണോ? സോറി സാർ, പണം കാണുമ്പോഴേ എനിക്കും സാറിനെ പോലെ തന്നെ വല്ലാത്തൊരു ആക്രാന്തമാണ്. മാത്രമല്ല ഈ കാര്യത്തിന് വേണ്ടി ഞാനും കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. പിന്നെ ആരെങ്കിലും ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ അവിടുന്ന് ചവിട്ടി പുറത്താക്കും, പിന്നെ എനിക്ക് നിലനിൽപ്പില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് എൻ്റെ പൈസ ഞാൻ എടുത്തിട്ടുണ്ട് സർ. സെലിൻ ഇത് നീ ഭയങ്കര ക്രൂരതയാട്ടോ കാണിക്കണമെന്ന് പറയുമ്പോൾ സാറിന് നല്ല പൈസ കിട്ടിയല്ലോ, പിന്നെന്താ എന്നൊക്കെ പറഞ്ഞിട്ട് സെലിൻ അവിടുന്ന് പോവാണ്. ഷ്യാമിനാണെങ്കിൽ ആകെ ദേഷ്യം വരട്ടോ. ഈ സെലിൻ തന്നെ ചതിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഷ്യാം അവിടെ അങ്ങനെ നിൽക്കുവാണ്. അതിനുശേഷം കാണിക്കുന്നത് സെലിൻ അവിടെ നിന്ന് പോയി കഴിയുന്ന സമയത്ത് നമ്മുടെ സെലിൻ്റെ ആ ഒരു ബാഗിൽ നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കാൻ വെച്ചിട്ട് അവിടെയൊക്കെ തൂത്ത് തുടക്കുക അഴുക്കോട്ടോ. ആ സമയത്ത് സെലിൻ്റെ ബാഗ് ഒന്ന് എടുക്കുന്ന സമയത്ത് സെലിൻ്റെ ബാഗിൽ നിന്ന് ഒരു വളയും അതുപോലെ തന്നെ പൈസയും നിലത്തേക്ക് വീഴുവാണ്. അപ്പോൾ ശ്രുതി പെട്ടെന്ന് അയ്യോ സെലിൻ്റെ ബാഗിൽ നിന്ന് വളയും അതുപോലെ പൈസ നിലത്തേക്ക് വീണല്ലോ എന്ന് പറഞ്ഞിട്ട് ആ പൈസയും അതുപോലെ തന്നെ വളയും എടുക്കുന്നുണ്ട്. പെട്ടെന്നാണ് ശ്രുതി ആ കാര്യം ശ്രദ്ധിക്കണത്. അത് അഞ്ജലിയുടെ വളയാണ്. അത് കാണുന്നതും ശ്രുതി ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇത് സെലിൻ്റെ വളയല്ലല്ലോ, ഇത് അഞ്ജലി ചേച്ചിയുടെ വളയല്ലേ, ഈ വള ഇങ്ങനെ സെലിൻ്റെ ബാഗിൽ വന്നു, പൈസ ഉണ്ടല്ലോ, അഞ്ജലി ചേച്ചി കൊടുത്തതായിരിക്കോ അതോ ഇവൾ മോഷ്ടിച്ചതായിരിക്കും, എന്തായാലും ഇത് അറിഞ്ഞേ പറ്റൂ എന്ന് ശ്രുതിയും വിചാരിക്കുകയാണ്. ശേഷം ശ്രുതി അവിടെയൊക്കെ തുടച്ചടിച്ച് വൃത്തിയാക്കുക കേട്ടോ. അവിടേക്ക് നമ്മുടെ സെലിൻ വരുന്നുണ്ട്. സെലിൻ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ആരെയും തന്നെ കാണുന്നില്ല കേട്ടോ. നോക്കുമ്പോൾ ശ്രുതി അവിടുത്തെ നിലമൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്, അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. സെലിൻ വിചാരിക്കും ഇതെന്നെ പറ്റിയ അവസരം, അഞ്ജലി ചേച്ചി ഇപ്പോൾ ചായ ഉണ്ടാക്കാനോ കോഫി ഉണ്ടാക്കാനോ എന്തെങ്കിലുമൊക്കെ അടുക്കളയിൽ കയറും, അഞ്ജലി ചേച്ചിനെ ഇല്ലാതാക്കാൻ പറ്റിയ സമയം ഇത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് സെലിൻ വേഗം തന്നെ അടുക്കളയിലേക്ക് കയറുകയാണ്. ശേഷം ഗ്യാസിൻ്റെ സിലിണ്ടറും ഗ്യാസ് എല്ലാം തുറന്നു വെക്കുക കേട്ടോ. അതായത് അവിടുത്തെ എല്ലാ സംഭവങ്ങളും അടഞ്ഞിരിക്കുന്നുണ്ട്, ആ സാധനം തുറന്നു വെക്കുകയാണ്. ശ്രുതിക്ക് ആ മണം വരുന്നില്ല, കാരണം ശ്രുതി വായും ഇങ്ങനെ പൊത്തി വെച്ചിട്ടാണ് ഇങ്ങനെ പൊടി അടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശ്രുതിക്ക് ആ സ്മെല്ല് വരുന്നില്ല. അങ്ങനെ അഞ്ജലി അവിടേക്ക് ഇങ്ങനെ വരുവാട്ടോ. വരുന്ന സമയത്ത് ശ്രുതിയും അവിടെ ഇങ്ങനെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്താണ് അഞ്ജലി ഇങ്ങനെ തീപ്പട്ടി ഉരച്ചിട്ട് ഗ്യാസ് ഇങ്ങനെ കത്തിക്കാൻ നോക്കുമ്പോഴേക്കും തീ ഇങ്ങനെ പടർന്നു പിടിക്കുകയാണ്. അപ്പോൾ അഞ്ജലിക്ക് മാത്രമല്ല തൊട്ടടുത്തുണ്ടായ ശ്രുതിനെ തീ പടർന്നു പിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗമാണ് ശരിക്കും നമ്മുടെ പ്രൊമോയിൽ കാണിച്ചത്, ടി-വിയിലെ പ്രൊമോയിൽ കാണിച്ചത് ഈ ഭാഗമാണ്. നമുക്ക് ഉറപ്പാണ് അവർക്കൊരു അപകടം പറ്റില്ലെന്ന്. എന്തായാലും സെലിൻ്റെ സ്വപ്നമാണോ അതോ ഷ്യാമിൻ്റെ സ്വപ്നമാണോ എന്ന് അറിയില്ല. എന്തായാലും തീ പടർന്നു പിടിച്ച അഞ്ജലിയും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയും ഗുരുതരാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു പ്രൊമോ ആണ് കേട്ടോ കാണിച്ചത്. നമ്മുടെ യൂട്യൂബിലും കാണിച്ചത് സെയിം പ്രൊമോ തന്നെയാണ്. പിന്നെ ഷ്യാം നമ്മുടെ സെലിൻ്റെ അടുത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, ഈ അടുത്ത് തന്നെ സായറാം കുടുംബത്തിലൊരു വലിയ മരണം സംഭവിക്കാൻ പോകുന്നുണ്ട്, ആരാണെന്ന് ഞാൻ പറയുന്നില്ല, ആര് വേണമെങ്കിലും ആകാം എന്നാണ് സെലിനോട് പറയണത്. അപ്പോൾ ഷ്യാം കാണുന്ന സ്വപ്നമാണ് അഞ്ജലിയും സെയിം സമയം തന്നെ ശ്രുതിയും ആ ഒരു ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിക്കണത്. മിക്കവാറും ആ കുടുംബത്തിലെ സെലിം മരിക്കാനാണ് ചാൻസ്, കുടുംബത്തിൽ അല്ലെങ്കിൽ പോലും ആ വീട്ടിൽ ആര് വേണമെങ്കിലും മരിക്കാമെന്നാണ് ഷ്യാം പറഞ്ഞിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ അച്ചമ്മ അല്ലാന്നുണ്ടെങ്കിൽ സെലിൻ, അതന്നെയായിരിക്കും സംഭവിക്കുന്നത്. എന്തായാലും ഫസ്റ്റ് നൈറ്റ് പ്രൊമോ കാത്തിരുന്ന നമുക്ക് ആ പ്രൊമോ കിട്ടിയതും ഇല്ല, പിന്നെ അവരുടെ വിവാഹത്തിൻ്റെ പ്രൊമോയും കിട്ടിയില്ല. കാരണം അടുത്ത ആഴ്ച എപ്പിസോഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ചയാണല്ലോ തീരണത്. അതായത് നമ്മുടെ ഓണത്തിന് ആ ഒരു വീക്ക്, അതായത് ഈ മാസത്തെ
അതായത് ഈ മാസം ലാസ്റ്റിന് തീരും. അപ്പോൾ ഈ വീക്കെൻഡ് പ്രൊമോ ഇതാണ്. അപ്പോൾ അടുത്ത വീക്കെൻഡ് പ്രൊമോയിലായിരിക്കും മിക്കവാറും നമ്മുടെ ശ്രുതിയുടെ അശ്വിൻ്റെ മാരേജ് കാണിക്കുന്നത്. ഞാൻ ഇന്നലത്തെ ഫോട്ടോ ഉണ്ടല്ലോ, അത് ലാസ്റ്റ് ഡബ്ബിങ് ഫോട്ടോയാണ് ഞാൻ ഇന്നലത്തെ തമ്പ്നെയിലിൽ ഇട്ടത്. അപ്പോൾ അശ്വിൻ്റെയും ശ്രുതിയുടെ വിവാഹം നടക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഹിന്ദിയിലൊരു ഭാഗമുണ്ട്, അശ്വിൻ്റെയും ശ്രുതിയുടെ വിവാഹ സമയത്താണ് അഞ്ജലിക്ക് ആ ഒരു വലിയ ദുരന്തം സംഭവിക്കുന്നത്. അഞ്ജലിയുടെ കുഞ്ഞ് നഷ്ടപ്പെടുന്നത് ആ ഒരു സമയത്താണ്. ഇവരുടെ വിവാഹത്തിൻ്റെ ആഘോഷവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അഞ്ജലി എന്തോ ആവശ്യത്തിന് മുകളിലേക്ക് പോകുമ്പോഴാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. ആദ്യം ശ്യാം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്യാം ചെയ്യുന്നുണ്ട്. അതായത് അവിടെ റോസാപ്പൂക്കൾ വെച്ചിട്ട് നിലമൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ അതിൽ കുപ്പിച്ചിലൊക്കെ ശ്യാം ഇടുന്നുണ്ട്. എന്നിട്ട് അഞ്ജലി നടന്നു പോകുമ്പോൾ കാലൊക്കെ ഇങ്ങനെ കുത്തിക്കൊള്ളുന്നുണ്ട്. പിന്നെ മാത്രമല്ല ശ്യാം ആണെന്നുണ്ടെങ്കിൽ വയറുണ്ടല്ലോ, ഇലക്ട്രിക് വയർ, അതിങ്ങനെ കട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ചവിട്ടിയാൽ മതി, ഷോക്ക് അടിച്ച് ചത്തുപോകും. അപ്പോൾ അതിന് വേണ്ടി അങ്ങനെയും ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ശ്യാം. അപ്പോൾ അഞ്ജലി ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ എല്ലാവരും നിലത്ത് ഭയങ്കര ആഘോഷമാണ്. ആ സമയത്ത് അഞ്ജലി മുകളിലേക്ക് പോകുന്ന സമയത്താണ് ഈ ഇലക്ട്രിക് വയറിൽ ചവിട്ടിയിട്ട് ഇലക്ട്രിക് ഷോക്ക് അടിച്ചിട്ട് അഞ്ജലി മുകളിലത്തെ നിലയിൽ നിന്നിട്ട് താഴത്തേക്ക് മറിഞ്ഞ് വീഴുവാണ് ചെയ്യണത്. ശ്രുതിയും അശ്വിനൊക്കെ ഓടിപ്പോണം അഞ്ജലിയുടെ അടുത്തേക്ക്. ആ സമയത്ത് അഞ്ജലിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അഞ്ജലിയുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഹിന്ദിയിൽ ശരിക്കും പറഞ്ഞാൽ സംഭവിക്കണത്. ആ മലയാളത്തിലും എന്തോ ഒരു വലിയ ദുരന്തം സംഭവിക്കുന്നുണ്ട്. കാരണം ഇവിടെ എന്തോ വലിയൊരു ട്രാജഡിയുടെ ഡബ്ബിംഗ് ആണ് ഇവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ ഹാപ്പി ഒന്നും അല്ല, മാരേജിൻ്റെ സമയത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വിഷമിച്ചും കരഞ്ഞിരിക്കുന്നൊരു ഡബ്ബിംഗ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. മിക്കവാറും ഒന്നും ഇല്ലെങ്കിൽ ശ്യാമാരെങ്കിലും മരിക്കുമായിരിക്കും. കാരണം ഇപ്പോൾ ശ്യാമിന് വെള്ള പൂശാൻ പറ്റില്ലല്ലോ. കാരണം ഹിന്ദിയിലാണെങ്കിൽ ശ്യാമിനെ കുറച്ചെങ്കിലും വെള്ള പൂശാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് സക്സസ്ഫുൾ ആയില്ല. പക്ഷേ ഇതിലൊട്ടും വെള്ള പൂശിൻ്റെ സമയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്യാമിനാണോ അതുപോലെ സെലിനെയാണോ അത് നമുക്ക് വന്ന് കയറിയേക്കണ അച്ചമ്മക്കാണോ അപകടമെന്ന് അറിയില്ല. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഭാഗമാണ് ഇനി വരാൻ പോണത്. ഈ സീരിയൽ തീരാനായിട്ടും ആ ഒരു ഇത് ഇപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇതിൻ്റെ പ്രൊമോ കാണുമ്പോഴും എപ്പിസോഡ് കാണുമ്പോഴൊന്നും ആ ഒരു ഭാഗം ഫീൽ ചെയ്യുന്നില്ല. ഇതിനേക്കാളും എത്രയോ നല്ല എപ്പിസോഡായിരുന്നു കഴിഞ്ഞ ആഴ്ചയും മുമ്പത്തെ ആഴ്ചയൊക്കെ. ക്ലൈമാക്സ് ആയപ്പോഴേക്കും എന്തൊക്കെയോ അവിടെ നിന്ന് ഇവിടെ നിന്ന് കാണിച്ചു കൂട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തോന്ന് എനിക്ക് അറിയില്ല. എന്തോ ഒരു എവിടേക്കോ ഒരു കുഴപ്പം പോലെ തോന്നുന്നുണ്ട്. കാരണം ക്ലൈമാക്സ് ആയപ്പോഴേക്കും സെലിനെ എവിടെ കൊണ്ടിടും, ശ്യാമിനെ എവിടെ കൊണ്ടിടും, പിന്നെ ഒരു പോലെ തന്നെ അച്ഛമ്മയും വന്നല്ലോ, അതിനെ എവിടെ കൊണ്ടിടുമെന്ന് അറിയാതെ തേരാപാര നടക്കുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും ക്ലൈമാക്സ് എങ്കിലും അടിപൊളിയായിട്ടുള്ള ക്ലൈമാക്സ് എത്തിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ സീരിയൽ, ഏഷ്യാനെറ്റിലെ സീരിയൽ, ഏത് സീരിയലും ക്ലൈമാക്സ് പെട്ടെന്നായാലും അതിന് എന്തെങ്കിലുമൊക്കെ ഒരു ശുഭ എൻഡിങ് തന്നെയാണ് അവർ വരുത്തുന്നത്. ഇതിൻ്റെ തൊട്ട് മുമ്പുണ്ടായ സീരിയൽ ചന്ദ്രികയിലെന്ന് ചന്ദ്രകാന്തം ആണെങ്കിൽ പോലും അവർ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ടിട്ടാണ് അവർ നിർത്തിയത്. അപ്പോഴാണെങ്കിൽ പോലും അതൊരു നല്ലൊരു ക്ലൈമാക്സിലേക്കാണ് കൊണ്ടുപോയത്. സാന്ത്വനാണെങ്കിലും ക്ലൈമാക്സ് ഒക്കെ സൂപ്പർ ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇതും നമ്മുടെ ശോകം ക്ലൈമാക്സ് ആയിരിക്കും, നല്ല സൂപ്പർ തന്നെ ആയിരിക്കും. മിക്കവാറും ഈ അശ്വിൻ്റെ ശ്രുതിയുടെ വിവാഹം കണ്ട് അവരുടെ 2 കുട്ടികളെയും കൂടി കാണിക്കാമെങ്കിൽ നല്ല കുറച്ചുകൂടി ആരാധകർക്ക്, അതായത് നമ്മളെപ്പോലുള്ള ആരാധകർക്ക് ഭയങ്കര സന്തോഷവും. എന്തായാലും ഏത് ജന്മകൽപ്പന തീരാൻ പോകുന്ന വല്ലാത്തൊരു വിഷമമുണ്ട്. ഇന്ന് വീക്കെൻഡ് പ്രൊമോയിൽ അവരുടെ മാരേജ് ഭാഗം കാണിക്കുമെന്ന് ഞാൻ ഒത്തിരി പ്രതീക്ഷിച്ചു, പക്ഷേ അതൊന്നും കാണിച്ചില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണിച്ചില്ല. അപ്പോൾ നാളെ വേറെ എന്തെങ്കിലും പ്രൊമോ വരുമായിരിക്കും. സാധാരണ അങ്ങനെയാണല്ലോ. ഇപ്പം 30 സെക്കൻഡ് പ്രൊമോ അല്ലേ വന്നിരിക്കുന്നത്. 1 മിനിറ്റിൻ്റെ പ്രൊമോ നാളെയോ മറ്റന്നാളോ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.